ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ബ്രെഡ് റോസ്റ്റ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ആ മൈദയിലേക്ക് 2 സ്പൂൺ പഞ്ചസാര, മധുരത്തിന് ആവശ്യമായ പഞ്ചസാര, മധുരം അധികം ആവശ്യമുള്ളവർ അധികം ചേർക്കാം. ഞാൻ 2 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നു. ഒരു നുള്ളു ഉപ്പ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് വെള്ളം ചേർക്കുക. അധികം വെള്ളം ചേർക്കരുത്. നമ്മൾ ദോശമാവിൻ്റെയൊക്കെ പരുവത്തിലുള്ള മാവാണ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു പിടി എള്ള് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട കേട്ടോ. എള്ള് ഓപ്ഷണലാണ്. ഞാനിവിടെ എള്ളും ചേർത്തിട്ടുണ്ട്. എള്ള് കൂടി ചേർത്തിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുക. ഇത് നന്നായി തന്നെ ഒന്ന് കലക്കിയെടുക്കണം. ഇതിലേക്ക് ഒരു മുട്ട ചേർത്താൽ നല്ല ടേസ്റ്റ് കൂടും, പിന്നെ ക്രിസ്പിനെസ്സും ഉണ്ടായിരിക്കും. ഞാൻ ഇതിലേക്കൊരു മുട്ട ചേർക്കുന്നുണ്ട്. മുട്ട കൂടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കട്ടയെല്ലാം ഉടച്ച് ഇല്ലാതാക്കി നല്ല മാവ് പരുവത്തിലാക്കണം. ഈ പരുവത്തിലാണ് മാവ് വേണ്ടത്. ഇനി ഇതിനാവശ്യമായ ബ്രെഡ് സൈഡൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. എന്നിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മുക്കി പൊരിച്ചെടുക്കാം. 2 പുറവും നന്നായി തന്നെ ഒന്ന് മൊരിയുന്നത് വരെ മൊരിച്ചെടുക്കാം. അധികം വെളിച്ചെണ്ണയൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ മൊരിച്ചെടുക്കാവുന്നതാണ്. മറിച്ചിട്ട് 2 പുറവും വേവിച്ചെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ സ്ലൈസും ഒന്ന് മുക്കി പൊരിച്ചെടുക്കാം. ഇപ്പം എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കാപ്പി തയ്യാറാക്കുകയാണ്. നാല് മണി പലഹാരത്തിൻ്റെ കൂടെ കാപ്പി